പ്രിയ സുഹൃത്തെ, ഇന്ന് നിക്ഷേപത്തിലൂടെ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, വാറൻ ബഫറ്റ്. ഇപ്പം നിലവിൽ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് വരുന്നത് $150 ബില്യൺ, അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 14 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഈ വാറൻ ബഫറ്റ് ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു നിക്ഷേപകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ, ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും 22% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 15 വർഷമായിട്ട് നമ്മൾ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓൾമോസ്റ്റ് മിക്കവർക്കും ഈ പറഞ്ഞ പോലെ 19%, 20%, 22% ആവറേജ് റിട്ടേൺസ് ഒക്കെ ഇപ്പം നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ജിം സൈമൺ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 1988 മുതൽ ഇപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം 66% ആനുവലൈസ്ഡ് റിട്ടേൺ അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് $31 ബില്യൺ അസറ്റാണ് ഉണ്ടായിരുന്നത്. വാറൻ ബഫറ്റിന് 150 ബില്യൺ, അതായത് വാറൻ ബഫറ്റിൻ്റെ 1/5 അസറ്റ് മാത്രമേ അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ വാറൻ ബഫറ്റിൻ്റെ അസറ്റിൻ്റെ പിന്നിലുള്ള സീക്രട്ട്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. Once again, welcome back to the Tomichan Deeps, powered by Dias Invest. My name is Primson Dias. Tomichan Deeps എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ഒരുവൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. അതായത് വാറൻ ബഫറ്റിൻ്റെ ഈ വെൽത്തിൻ്റെ പിന്നിലുള്ള സീക്രട്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ടൈം ഇൻ ദ മാർക്കറ്റ്, നോട്ട് ടൈമിംഗ് ഇൻ ദ മാർക്കറ്റ്. വാറൻ ബഫറ്റ് എന്തുകൊണ്ട് ഇത്രയും വലിയ കോടീശ്വരനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 1942 ഇദ്ദേഹത്തിന് 11 വയസ്സുള്ള സമയത്താണ് ഇദ്ദേഹം നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 11ാമത്തെ വയസ്സിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് 95 ഏജ് 95. അപ്പോൾ 95 മൈനസ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 84 വർഷത്തെ കോമ്പൗണ്ടിങ് റിട്ടേണിൻ്റെ ബെനഫിറ്റാണ് ഈ വാറൻ ബഫറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 11ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വെൽത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് 50 വയസ്സും ഇപ്പോഴുള്ള വെൽത്തും ഇപ്പം ഞാൻ പറഞ്ഞ ഏകദേശം $150 ബില്യൺ ഉണ്ട്. ഇപ്പോൾ 50ാമത്തെ വയസ്സിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 50 വയസ്സിന് ശേഷമാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ വെൽത്തിൻ്റെ ഏകദേശം ഒരു 99% ഇദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യാൻ 99.9% ജനറേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 50 വയസ്സിന് ശേഷമാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ജിം സൈമൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു 66% കോമ്പൗണ്ടിങ് റിട്ടേൺസ് അദ്ദേഹം ജനറേറ്റ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ വർഷം 85ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് $31 ബില്യൺ അസറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹം വാറൻ ബഫറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മികച്ചൊരു നിക്ഷേപകനായി മാറിയത് 1988, അതായത് ഇദ്ദേഹത്തിന് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം അത്യാവശ്യം ഒരു നല്ലൊരു നിക്ഷേപകനായിട്ട് മാറിയത്. പക്ഷെ വാറൻ ബഫറ്റ് തുടക്കത്തിൽ ഒരു മികച്ച ഒരു നിക്ഷേപകനായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര നാൾ മുമ്പ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാരുമുണ്ട്, ഇനി സമയം ഉണ്ടല്ലോ, ഇനി അടുത്ത വർഷമാവട്ടെ, അതിൻ്റെ പിന്നത്തെ വർഷമാവട്ടെ, ഇപ്പോൾ ഒരു ലോൺ ഉണ്ട് അതൊന്ന് തീർന്നിട്ട്, അല്ലെങ്കിൽ ഒരു KSF ചിട്ടിയുണ്ട് അതൊന്ന് തീർന്നിട്ട് നിക്ഷേപിക്കാനിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി എത്ര നാൾ മുമ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ റിട്ടേൺ, ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് 66%, ജിം സൈമണിന് 66% റിട്ടേൺ കിട്ടി. വാറൻ ബഫറ്റിന് 22% റിട്ടേണേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് വാറൻ ബഫറ്റിൻ്റെ 5/1 സമ്പാദ്യം ഇദ്ദേഹത്തിന് ഇപ്പം നിലവിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. അപ്പം ടൈം ഇൻ ദ മാർക്കറ്റ്, അത് എത്ര കൂടുതൽ നാൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമതായിട്ട് വാറൻ ബഫറ്റിനെ സംബന്ധിച്ച് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈ സേവിങ് റേറ്റ് എന്നതാണ്. ഇപ്പോൾ വാറൻ ബഫറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൂടുതൽ എമൗണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നതാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്ര കൂടുതൽ വരുമാനം ഏൺ ചെയ്യുന്നു എന്നതല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര തുക സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ തുക സേവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ തുക നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 30% 40% റിട്ടേൺ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ചെറിയൊരു റിട്ടേൺ, അത് ഈവൻ ഒരു 10% റിട്ടേൺ കിട്ടിയാൽ പോലും തന്നെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 10%-ത്തിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നിലവിൽ ഞാൻ ഏകദേശം എൻ്റെ ടോട്ടൽ വരുമാനത്തിൻ്റെ 50% തുക ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പം എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഈ പറഞ്ഞ 2026 ജാനുവരി ഓൺവേർഡ്സ് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വരുമാനത്തിൻ്റെ 75% തുക ഞാൻ എന്ത് ഏൺ ചെയ്യുന്നോ അതിൻ്റെ 75% തുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ മൊത്തം ഇക്വിറ്റി അല്ല, ഇക്വിറ്റി, ഡെറ്റ്, ഈ പറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഹയസ്റ്റ് റിട്ടേൺ വേണ്ട. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു 10% 12% ഒക്കെ ആവറേജ് റിട്ടേൺ കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വാറൻ ബഫറ്റിനെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് വളരെയധികം സഹായിച്ച മറ്റൊരു കാര്യമാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത്. ഇപ്പോൾ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിയിൽ ഇപ്പോൾ ഗോൾ അടിക്കണമെങ്കിൽ അറ്റാക്കേഴ്സ്, ഫോർവേഡ് അറ്റാക്കേഴ്സ് വേണം, എന്നാൽ മാത്രമേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരെ വെച്ചുകൊണ്ട് മാത്രം കളി ജയിക്കാൻ പറ്റില്ല. കളി ജയിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫൻഡേഴ്സും വേണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻഡിങ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ കളി ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഗെറ്റ് റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇക്വിറ്റി പോലെയുള്ള സംഭവത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സമ്പന്നനാകാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റേ റിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇക്വിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു ഡിഫെൻസീവ്, അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എമർജൻസി ഫണ്ട് പോലെയുള്ള, നമുക്കിപ്പോൾ അവിടെ വലിയ ഹയസ്റ്റ് റിട്ടേൺ അല്ല, നമുക്ക് നമ്മളുടെ പോർട്ട്ഫോളിയോക്ക് ഒരു സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷനും നമുക്ക് വേണം. ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ അറ്റാക്കേഴ്സിനെ വെച്ച് ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം നോക്കും. പക്ഷെ അങ്ങനെ വന്ന സമയത്ത് ഇപ്പം മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് വന്നു. ഇപ്പം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഇക്വിറ്റിയിലാണെന്ന് വിചാരിച്ചോ, മാർക്കറ്റ് വലിയൊരു ക്രാഷ് വന്നു. ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും വേറെ വരുമാനം, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ വന്നു, ആ സമയത്ത് എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമർജൻസി ഫണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു സ്ട്രഗിളിലേക്ക് പോകും. അപ്പം ഞാൻ ഹയസ്റ്റ് റിട്ടേണിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഫുൾ എമൗണ്ട് നമ്മൾ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ അത് വേണം, അത് നമുക്ക് ഗോൾ അടിക്കണമെങ്കിൽ ഈ പറഞ്ഞ, അല്ലെങ്കിൽ അതായത് റിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണം. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് സേഫ്, അതായത് കുറച്ച് എമൗണ്ട്, ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഇപ്പോൾ 20% 30% എമൗണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള ലിക്വിഡ് ഫണ്ടിലോ ആർബിട്രേജ് ഫണ്ടിലോ ബാങ്കിലോ ഈ പറഞ്ഞ പല സംഭവത്തിലും നമ്മൾ കീപ്പ് ചെയ്യണം. ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇപ്പോൾ 2008 വന്ന പോലെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, നിങ്ങളുടെ ജോലിയെ അല്ലെങ്കിൽ ബിസിനസ്സിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ അത് എഫക്റ്റ് ചെയ്തു. ആ സമയത്തും നിങ്ങളെ സംബന്ധിച്ച് മാർക്കറ്റ് അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം 50-55% ഇടിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ഇടിയുന്ന സമയത്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് ഈ ഒരു എമർജൻസി ഫണ്ട് പോലെയുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് വലിയ ക്രാഷ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഭംഗിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറഞ്ഞ വിലയിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ വാറൻ ബഫറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കേൾക്കാറുണ്ട്, വലിയ രീതിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ആ സമയത്താണ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ആ സമയത്ത് ഈ എമൗണ്ട് എല്ലാം മൊത്തം കൊണ്ട് ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഫണ്ടും താഴേക്ക് വരും. പക്ഷെ അത് ഒരു സേഫർ സൈഡിൽ വേറെ പല സംഭവത്തിൽ അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് മാത്രമാണ്
അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഇദ്ദേഹത്തിന് മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 സീക്രട്ടാണ്. ഒന്ന്, ടൈം ഇൻ ദ മാർക്കറ്റ്, നോട്ട് ടൈമിംഗ്. അതായത് എത്ര നാൾ മുമ്പ് തുടങ്ങാൻ പറ്റുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം നാളേക്ക് നീട്ടിവെക്കാതെ ഇന്ന് ഒരു ഡിസിഷൻ എടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് ഹൈ സേവിങ് റേറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഇപ്പം നമ്മളെ വരുമാനത്തിൻ്റെ നല്ലൊരു തുക നമുക്കിപ്പോൾ ചിലപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മാറ്റാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു ലക്ഷ്യം അതായിരിക്കണം. എത്രത്തോളം നമുക്ക് മാക്സിമം നമ്മൾ വരുമാനത്തിൻ്റെ സേവ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ഓപ്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ 10% തുടങ്ങി 20 30 40 50 ഇപ്പം ഞാൻ 75% ഈ 2026 തുടങ്ങി 75% ഞാൻ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹൈ സേവിങ് റേറ്റ് കീപ്പ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു സീക്രട്ടാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് നമ്മൾ ടോട്ടൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും കൊണ്ടുപോയി നമുക്ക് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ കൊണ്ടുപോയി ഇടരുത്. നമുക്ക് ഡൈവേഴ്സിഫൈഡ് വേണം. ഇപ്പം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ബാങ്കിൽ നമുക്കൊരു സർട്ടൻ എമൗണ്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഡെറ്റ് ഫണ്ടുകളുണ്ട്. അങ്ങനത്തെ പല ഫണ്ടുകളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മളെ പോർട്ട്ഫോളിയോ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏതൊരു സിറ്റുവേഷനിലും, എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നമ്മളുടെ പോർട്ട്ഫോളിയോ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം ചിലപ്പോൾ ഇക്വിറ്റി ഇടിയുന്ന സമയത്ത് ഗോൾഡ് കയറും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടും ഇടിയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സേഫ് ആയിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ തങ്ങൾക്ക് വാട്സപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് 90 ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.